അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആകെ മൊത്തം ചന്ദ്രയ്ക്ക് ഒരു മനസ്സമാധാനം ഇല്ലാതായി. കാരണം വിജയേട്ടൻ അർച്ചനയായിട്ട് അടുക്കണുണ്ടോ എന്നൊരു തോന്നൽ ചന്ദ്രയുടെ മനസ്സിൽ ബലമായി തോന്നുകയാണ് കേട്ടോ. അതുകൊണ്ട് വിജയശങ്കർ പോയതിന് ശേഷം ചന്ദ്ര വിജയശങ്കറിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. ഫോൺ വിളിക്കും അതിനു മുമ്പ്, പക്ഷേ ഫോണേ എടുക്കില്ല. അപ്പോൾ കൂടുതൽ സംശയമായി കേട്ടോ. പിന്നീട് ഓഫീസിൽ പോയിട്ട് നോക്കുമ്പോൾ വിജയശങ്കർ അവിടെ ഉണ്ടാകില്ല. അവിടുത്തെ ജോലിക്കാരനോട് ചോദിക്കും വിജയേട്ടൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ജോലിക്കാരൻ പറയില്ല കേട്ടോ. ഇനിയിപ്പോൾ അർച്ചനയുടെ അവിടേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇനി വീണ്ടും വഴക്കാകുമോ പറഞ്ഞിട്ട് അയാളൊന്നും പറയില്ല. വിജയേട്ടൻ എവിടെ, ഫോൺ ഇവിടെയാണല്ലോ വെച്ചിരിക്കുന്നത്, അപ്പോൾ വിജയേട്ടൻ എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നീ മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിൻ്റെ ജോലി ഞാൻ തെറിപ്പിക്കും എന്നിങ്ങനെ ആ ജോലിക്കാരനോട് ചന്ദ്ര കയർത്തിട്ട് ചന്ദ്രയുടെ സ്വഭാവം തന്നെ സാധാരണ സ്വഭാവം പോലത്തെ തന്നെ എടുത്ത് പറയണം കേട്ടോ. അവസാനം ആ ജോലിക്കാരൻ പറയാണ് അർച്ചൻ്റെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അത് കേട്ടത് പാതി കേൾക്കാത്ത പാതി ചന്ദ്ര ആകെ കലി തുള്ളിയിട്ട് അങ്ങോട്ട് വിജയേട്ടൻ്റെ അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ ആണെങ്കിൽ ഭയങ്കര ആ വക്കീൽ വന്ന് പറയുമല്ലോ ഇങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എല്ലാം കേൾക്കുമ്പോൾ വിജയശങ്കറിന് ആകെ മൊത്തം ഒരു ടെൻഷനാവുകയാണ് കേട്ടോ. പിന്നീട് വന്ന് അർച്ചനയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ അയാളുടെ കൂടെ അമ്പലത്തിലും അവിടെ ഇവിടെയും പോണത്, നിനക്ക് അല്ലെങ്കിലേ പേരുദോഷമുണ്ട്, പക്ഷേ എൻ്റെ മോള് നിൻ്റെ കൂടെ ഇരിക്കുന്നത് അത് നിനക്ക് ഓർമ്മ വേണം, നീ എന്തിനാ അർച്ചനെ നീ പോണത് എന്ന് പറഞ്ഞിട്ട് വിജയശങ്കർ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് അർച്ചൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, എൻ്റെ കാര്യം എനിക്കറിയാം, നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് തന്നെയാണ് അർച്ചന പറയുന്നത്. പക്ഷേ വിജയശങ്കറിന് ആകെ മൊത്തം ഒരു അങ്കലാപ്പാണ്. കാരണം JK ആയിട്ട് അർച്ചന അടുക്കുകയാണോ എന്ന് വിജയശങ്കറിനൊരു തോന്നലാണ് കേട്ടോ. അതേസമയം കലി തുള്ളിയിട്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് വിജയശങ്കറും അർച്ചനയും കൂടി സംസാരിച്ച് നിൽക്കുന്നത്. ചന്ദ്രയ്ക്ക് അത് കണ്ടതോട് കൂടിയിട്ട് ചന്ദ്ര അവരെ രണ്ടുപേരെയും കൂടി ചേർത്തിട്ട് അലക്കി വിടുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?